താന്യത്ത് വീട്ടമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാഗേഷ് പോലീസ് പിടിയിലായി. മാർച്ച് 17-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. താന്യം കുളപ്പാടത്തിന് സമീപം പറമ്പിൽ ആദിത്യകൃഷ്ണനോടുള്ള വൈരാഗ്യത്തിൽ കായ്ക്കുരു രാഗേഷിന്റെ സംഘാംഗങ്ങളായ ഷാജഹാൻ, ശ്രീബിൻ എന്നിവർ ഇയാളുടെ വീട്ടുമുറ്റത്തേക്ക് വടിവാളുമായി എത്തുകയായിരുന്നു. ഇയാളെ കണ്ടെത്താത്തതിനാൽ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി. ബഹളം കേട്ട് തൊട്ടടുത്ത വീട്ടിലെ കാതിക്കൂടത്ത് ലീല അവിടേക്കെത്തി കാര്യം തിരക്കി. ഇതിൽ പ്രകോപിതനായ ഷാജഹാൻ വടിവാൾ കൊണ്ട് ലീലയുടെ ഇടതു കൈപ്പത്തിയുടെ മുകളിൽ വെട്ടുകയായിരുന്നു. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ചാഴൂർ വാഴപ്പുരയ്ക്കൽ അഖിൽ, മടത്തിൽ വീട്ടിൽ ഹരികൃഷ്ണൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഷാജഹാനെയും ശ്രീബിനെയും കൃത്യത്തിന് പ്രേരിപ്പിച്ചത് കായ്ക്കുരു രാഗേഷാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇയാൾ ഈയടുത്താണ് കാപ്പ കേസ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ തൃക്കാക്കരയിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത്. കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ലത്തീഫ്, ക്രൈം സ്ക്വാഡ് അംഗം മാഹിൻ അബൂബക്കർ, CPO ആദർശ്, എളമക്കര CPO IS അനീഷ് എന്നിവരുടെ സഹായത്തോടെയാണ് കായ്ക്കുരു രാഗേഷിനെ പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ രൂപവൽക്കരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ DYSP KG സുരേഷ്, അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ AS സരിൻ, SIമാരായ KS സുബിന്ദ്, M അരുൺകുമാർ, CPOമാരായ ES ജീവൻ, MM മഹേഷ്, അനൂപ്, ഉമേഷ്, സുർജിത്ത് സാഗർ, MU ഫൈസൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. രാഗേഷിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച തുടങ്ങി 64ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്.